ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വേലിച്ചീരയുടെ ഒരു തോരനുമായിട്ടാണ്. ഇതാണ് വേലിച്ചീര. വേരുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിന് വേലിച്ചീര എന്ന പേര് വന്നത്. മൈസൂർ ചീര, മധുരച്ചീര, ഇംഗ്ലീഷ് ചീര, ചിക്കൂർ മാനിസ് എന്നൊക്കെ ഇതിനെ പേര് വിളിക്കാറുണ്ട്. കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ഒരു ചീരയാണിത്. ദഹന സംബന്ധമായും ത്വക്ക് രോഗത്തിനും നേത്ര സംബന്ധമായും നല്ലൊരു പ്രതിവിധിയാണ് ഈ ചീര. ഇത് ഗർഭിണികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചീരയാണിത്. എന്നാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇത് കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല. ഇത് കൂടുതൽ മറ്റു തോരനെ പോലെയല്ല, ഇത് കൂടുതൽ വേവിച്ച് കഴിക്കേണ്ട ഒരു ഇലയാണിത്. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വേലിച്ചീര തോരനുണ്ടാക്കാനായി ഞാനിത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്, അത് കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടി വെച്ചാണ് ഞാനിന്ന് തോരനുണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കടായി സ്റ്റൗ మీద വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വലിയ സൈസ് ഉള്ളിയാണ്, അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തോരൻ കേടുകൂടാതെ രാത്രി വരെ ഇരുന്നു കൊള്ളും. അതുകൊണ്ടാണ് ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് ഉള്ളിയോടൊപ്പം തന്നെ വഴറ്റി കൊടുക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേലിച്ചീര ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ചീര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒന്ന് അമർത്തി വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് മൂടി ഒരു 2 മിനിറ്റ് നമുക്ക് മൂടിയിട്ട് വെക്കാം. മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ ഇത് തോരൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വേലിച്ചീര കുറച്ച് മറ്റു തോരൻ പോലെയല്ല, കുറച്ചധികം കൂടുതൽ വേവ് ഇതിന് ആവശ്യമുണ്ട്.
ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. തോരൻ ഇവിടെ റെഡിയാണ്. കുറച്ച് മല്ലിയില കൂടെ തൂവിക്കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്കിതിനെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ വേലിച്ചീര അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചീരയുടെ തോരൻ ഇവിടെ റെഡിയാണ്. ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.